ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു CMS ക്രിയേഷൻസ്. നമ്മൾ നോക്കാൻ പോകുന്നത് ക്ലാസ് 10 മാത്തമാറ്റിക്സ് ചാപ്റ്റർ 6 ട്രയാങ്കിൾസിൽ എക്സസൈസ് 6.3 ക്വസ്റ്റ്യൻ നമ്പർ 15. ഓക്കെ, എ വെർട്ടിക്കൽ പോൾ ഓഫ് ലെങ്ത് 6 meter cast a shadow 4 meter long on the ground, and at the same time a tower cast a shadow 28 meter long. Find the height of the tower. അപ്പോൾ അത് വെച്ചിട്ട് ഞാനൊരു ഫിഗർ ഇവിടെ വരച്ചിട്ടുണ്ട് കേട്ടോ. ആദ്യം 6 മീറ്റർ പോള്, 6 മീറ്റർ ലെങ്ത്തുള്ളൊരു പോള്, 4 മീറ്റർ ലെങ്ത്തിൽ ഒരു ഷാഡോ ഇരുന്നുണ്ട്. അതേപോലെ തന്നെ ഒരു ടവർ ഉണ്ട്. ആ ടവറിൻ്റെ ഷാഡോ 28 മീറ്റർ ആണ്. ഓക്കെ, നമുക്ക് ഈ രണ്ട് ട്രയാങ്കിൾ സിമിലർ ആണെന്ന് തെളിയിക്കാം. അപ്പോൾ പിന്നെ നമുക്ക് റേഷ്യോ വെച്ചിട്ട് സൈഡുകൾ കണ്ടുപിടിക്കാം. ഓക്കെ, അപ്പോൾ ആദ്യം ആംഗിൾ DAB ഈക്വൽ ടു ആംഗിൾ EBC. ഈ രണ്ട് ആംഗിൾ, കാരണം ഇത് ഒന്ന് പോളും ഒന്ന് ടവറും ഫ്ലോറുമായിട്ട് ഉണ്ടാക്കുന്ന ആംഗിളാണ്. ആൻഡ് ദാറ്റ് വിൽ ബി 90 ഡിഗ്രി. ദെൻ അടുത്തത് ആംഗിൾ C ഈക്വൽ ടു ആംഗിൾ F ആയിരിക്കും. സോറി, F അല്ല, B ട്ടോ. F ആണ് ഇത്. F എന്ന് പറയുന്ന ആളവിടെ അല്ല. ഓക്കെ, DAB EBC. ഓക്കെ, ആംഗിൾ C ഈക്വൽ ടു ആംഗിൾ F ആയിരിക്കും. എന്തുകൊണ്ടാണ് അത് രണ്ടും ഈക്വൽ ആയത്? സെയിം എലവേഷൻ, ബോത്ത് ഷാഡോ ആർ കാസ്റ്റ് അറ്റ് ദ സെയിം ടൈം. അതായത് ഈ രണ്ട് ഷാഡോയും അറ്റ് എ ടൈമാണ്, സെയിം ടൈം എന്ന് കൊടുത്തിട്ടുണ്ട് അല്ലേ. അപ്പോൾ രണ്ടും ഒരേ സമയത്തായതുകൊണ്ട് ഈ ആംഗിൾ സിയും ആംഗിൾ ബിയും എന്തായിരിക്കും? ഈക്വൽ ആയിരിക്കും. കാരണം ആംഗിൾ ഓഫ് എലവേഷൻ രണ്ടും ഒരേ സമയത്താണല്ലോ. അപ്പോൾ ഈ സണ്ണ് പതിക്കുന്നതും എന്തായിരിക്കും? ഒരേ ടൈമിലായിരിക്കും. സോ ആംഗിൾ ഓഫ് എലവേഷൻ എന്ന് പറയുന്നത് എന്തായിരിക്കും? സെയിം ആയിരിക്കും. ഓക്കെ, അപ്പോൾ രണ്ട് ആംഗിൾ ഈക്വൽ ആണെന്നുണ്ടെങ്കിൽ ദ ട്രയാങ്കിൾ വിൽ ബി സിമിലർ. ഓക്കെ, അപ്പോൾ നമുക്ക് പറയാം DAB എന്ന് പറയുന്ന ട്രയാങ്കിളും EBC എന്ന് പറയുന്ന ട്രയാങ്കിളും സിമിലർ ആണ്. വിച്ച് ക്രൈറ്റീരിയ? AA സിമിലാരിറ്റി ക്രൈറ്റീരിയ. ദെൻ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഈക്വൽ ആംഗിളിന് ഓപ്പോസിറ്റുള്ള സൈഡ്സിൻ്റെ റേഷ്യോ എന്തായിരിക്കും? സെയിം ആയിരിക്കും. അപ്പോൾ നോക്കിയേ, ഈ B എന്ന് പറയുന്ന ആംഗിളിന് ഓപ്പോസിറ്റ് DA, സിക്ക് ഓപ്പോസിറ്റ് EB. അപ്പോൾ DA/EB. ഇനി മൂന്നാമത്തെ ആംഗിൾ ആയിട്ടുള്ള Dയും Eയും എടുത്തു. ഡിക്ക് ഓപ്പോസിറ്റ് AB, ഇക്ക് ഓപ്പോസിറ്റ് BC. അപ്പോൾ AB/BC. ഇനി ഇതിൽ നമുക്ക് അറിയാവുന്ന വാല്യൂസ് കൊടുക്കാം. DA 6 ആണ്, EB നമുക്കറിയില്ല, അതാണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. ദെൻ AB 4 ആണ്, BC 28 ആണ്. ദെൻ അതിനെ ഞാനൊന്ന് ചെറുതാക്കി, 4നെ 4 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ 1 കിട്ടും, 28നെ 4 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ 7 കിട്ടും. ഇനി ക്രോസ് ചെയ്യുക, 6 into 7ഉം EB into 1ഉം. So 6 into 7 equal to 1 into EB, that is 42 equal to EB. അപ്പോൾ ടവറിൻ്റെ ഹൈറ്റ് എത്രയായിരിക്കും? 42 മീറ്റർ ആയിരിക്കും. EB എന്ന് പറയുന്നതല്ലേ ടവർ, അപ്പോൾ അത് എത്രയായിരിക്കും? 42 മീറ്റർ ആയിരിക്കും. ഓക്കെ, അപ്പോൾ ശ്രദ്ധിക്കുക, ഒരേ സമയം എന്ന് പറയുമ്പോൾ അറ്റ് ദ സെയിം ടൈം എന്ന് പറയുമ്പോൾ അവിടുത്തെ ആംഗിൾ ഓഫ് എലവേഷൻ എന്തായിരിക്കും? സെയിം ആയിരിക്കും. ഓക്കെ, ഹൈറ്റ് ഓഫ് ദ ടവർ 42 മീറ്റർ.